ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്ന് അയിമിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രിൽ പലാസോയും ടോപ്പുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ടോപ്പിന് വേണ്ടിയിട്ട് ഓർഗൻസ ക്ലോത്തിൽ ഗോൾഡൻ കളർ സീക്വൻസ് വർക്ക് വരുന്ന മീറ്ററിന് 480 രൂപ വിലയുള്ള ക്ലോത്തിൽ നിന്നും 1/2 മീറ്ററും, പാൻറ്റിന് വേണ്ടിയിട്ട് 1 മീറ്റർ ജോർജറ്റ് മെറ്റീരിയലും, ലൈനിങ്ങിനായിട്ട് 1.5 മീറ്റർ ക്രൈപ്പുമാണ് എടുത്തിട്ടുള്ളത്. 10 ഇഞ്ചാണ് നമുക്ക് ടോപ്പ് ലെങ്ത്ത് വേണ്ടത്. 2 ഇഞ്ച് തയ്യൽ തുമ്പിനായി കൂട്ടിയെടുത്ത് 12 ഇഞ്ചിൽ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 1.5 ഇഞ്ചിലാണ് കേട്ടോ. ഫ്രണ്ട് നെക്ക് 3.5 ഇഞ്ചിലും ബാക്ക് നെക്ക് 2 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഷോൾഡർ 4.25 ഇഞ്ചിലെടുത്ത ശേഷം കൈക്കുഴി 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ചെസ്റ്റ് അളവ് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗത്തിലൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് കൂട്ടിയെടുത്തിട്ട് നമുക്ക് 7 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൈക്കുഴിയുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു ബോക്സ് രൂപത്തിൽ വരച്ചെടുത്ത ശേഷം അതിൻ്റെ കോർണറിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ചെസ്റ്റ് അളവ് എടുക്കുന്നതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് താഴ്വശത്ത് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം കൂട്ടി യോജിപ്പിച്ചതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പാൻറ്റിൻ്റെ മുകൾ വശത്തെ പോർഷന് വേണ്ടിയിട്ട് ഞാൻ അരയുടെ ഭാഗത്ത് നിന്നും മുട്ടിന് 2 ഇഞ്ച് മുകളിലേക്ക് വരെയുള്ള ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് ഈ ഒരു പീസിന് വേണ്ടത്. അപ്പോൾ അതിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനും തയ്യൽ തുമ്പിനും കൂടി 2.5 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് 10.5 ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. അരവണ്ണം വരുന്നത് 20 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 4 ഭാഗത്തിലൂടെ 3 ഇഞ്ച് കൂടി കൂട്ടിയെടുത്തിട്ട് 8 ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് 7.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയെടുത്തതിന് ശേഷം അവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കാം. അളവുകളെല്ലാം മാർക്ക് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചാണ്. മുകളിലെ പീസ് ഇലാസ്റ്റിക്കും തയ്യൽ തുമ്പും കൂടി പോയാൽ നമുക്ക് 8 ഇഞ്ചിലാണ് കിട്ടുന്നത്. ഇനി ലെങ്ത്തിലേക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പിനായിട്ട് 2 ഇഞ്ച് കൂടി കൂട്ടിയെടുത്തിട്ട് 12 ഇഞ്ച് ലെങ്ത്ത് 32 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ലൈനിങ് ഞാൻ ഇതുപോലെ ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ടോപ്പിന് വേണ്ടിയിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ്ങിന് മുകളിൽ ഇതുപോലെ ടോപ്പിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ നെക്കൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം. നെക്ക് തയ്ച്ചെടുത്തതിന് ശേഷം ലൈനിങ്ങുമായിട്ട് പതിച്ചടിച്ചിട്ട് നമുക്കിതൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ശേഷം സ്ലീവ്ലെസ് ആയിട്ട് തയ്ക്കുന്ന ഈ ഒരു ടോപ്പിൻ്റെ കൈക്കുഴി നമുക്ക് 1/4 ഇഞ്ച് വീതം രണ്ടായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം കുട്ടിയുടെ അളവുകൾ മാർക്ക് ചെയ്തെടുത്ത് കൂട്ടി യോജിപ്പിച്ച് താഴ്വശം 1/2 ഇഞ്ച് വീതിയിൽ രണ്ടായി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഞൊറിവുകൾ ഇട്ട് കൊടുക്കാനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസിൻ്റെ താഴ്വശം 1/4 ഇഞ്ച് വീതം രണ്ടായി മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് മുകൾ ഭാഗത്തെ പീസിലേക്ക് ഞൊറിവുകൾ ഇട്ടെടുക്കാം. ഞൊറിവുകൾ ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ്വശം കൂടി 1/2 ഇഞ്ച് വീതിയിൽ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ്ങുമായിട്ടൊന്ന് ചേർത്തടിക്കാം. ബാലൻസ് വന്നിട്ടുള്ള ലൈനിങ് തുണി കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുത്ത ശേഷം താഴ്വശത്തിൽ നിന്ന് നമ്മൾ കർവ് ചെയ്ത് കട്ട് ചെയ്തത് വരേക്കും നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ കർവ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗത്ത് 1 ഇഞ്ച് നീളത്തിൽ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ലൈനിങ്ങും നല്ല പീസും രണ്ടായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ 2 പാർട്ടുകളും കൂടി നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ പിടിച്ചിട്ടൊന്ന് 4 ഇഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് ആദ്യം 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം പിന്നീട് 1.5 ഇഞ്ചിൽ നമുക്ക് ഒന്നുകൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ താഴ്വശത്തായിട്ട് ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഹാങ്ങിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സിലേക്ക് മാച്ച് ആയിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പ് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് 4 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളത്തിലുമുള്ള ഒരു നെറ്റിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. നെറ്റിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗോൾഡൻ കളർ ബീഡ്സ് ഇട്ട് കൊടുത്ത ശേഷം നെറ്റിൻ്റെ 2 വശത്തു നിന്നും 1 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കിയെടുത്തിട്ട് ബീഡ്സുകൾ 2 വശത്തേക്കും ആക്കിയെടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിലായിട്ട് ഞൊറിവുകൾ ഇട്ട് പിടിച്ചിട്ട് നൂല് ഉപയോഗിച്ച് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്.
ചുറ്റി കൊടുത്തിട്ടുള്ള ആ ഒരു നൂല് കാണാതിരിക്കാനായിട്ട് അതിന് മുകളിലായിട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ക്ലിപ്പിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.